ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും കഴിക്കാൻ തോന്നുന്ന അത്ര രുചിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ബീഫാണ്. അപ്പം ഇതിനകത്ത് എല്ലും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ആയതാണ്. അപ്പം നമുക്ക് ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫെല്ലാം നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ മുളക് പൊടിയാണ്, എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 2.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാല ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, ചെറിയ ജീരകം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ മസാലക്കൂട്ടെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് മിക്സ് ആക്കാം. നമുക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ ബീഫിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, കുറച്ച് വെള്ളം കാണുമേ. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മതിയായിരിക്കും കേട്ടോ. 1/4 കപ്പ് വെള്ളം. ബീഫിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് അത്രയും തന്നെ മതിയായിരിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 വിസിൽ ആകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് വെന്ത് വരും. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി വാവട്ടമുള്ള ഒരു ചെറിയൊരു ഉരുളി തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഇളക്കാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള 2 സബോളയാണ്. ഇതൊന്ന് അരിഞ്ഞത് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സബോളയ്ക്കൊപ്പം തന്നെ ഉണ്ടല്ലോ ഒരു 8-10ഓളം ചെറുള്ളി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്ക് ചെറുള്ളിയും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ചെറുള്ളി ബീഫ് റോസ്റ്റിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ സബോളയും ചെറുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത്യാവശ്യം മീഡിയം സൈസിലുള്ള 2 തക്കാളിപ്പഴമാണേ, അത് ഒന്ന് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫിനകത്തെ വെള്ളം കൂടെ ഇറങ്ങിയിട്ട് അത്യാവശ്യം ഇപ്പോൾ വെള്ളമുണ്ടേ. ഇച്ചിരി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇത് വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇളക്കി മിക്സ് ആക്കുക. അപ്പം ഈ സബോളയും തക്കാളിപ്പഴം എല്ലാം കൂടെ ഈ ബീഫിനകത്തേക്കും കൂടെ ഒന്ന് പിടിച്ച് കിട്ടും. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കാം. നമുക്ക് ഇത് ബീഫ് റോസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ച് നമുക്ക് എടുക്കണം കേട്ടോ. നല്ലതായിട്ട് ഫ്രൈ ആയിട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്.
അപ്പം ഇതൊരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചാറാക്കണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം ചാറ് ആവശ്യമുള്ളപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് ചെറുതായിട്ട് ചാറാക്കാം കേട്ടോ. ഫ്രൈ ആക്കി കഴിക്കുമ്പോഴാണ് ഇത് എന്തുമാത്രം ഫ്രൈ ആക്കാമോ അത്രയും ഫ്രൈ ആക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഒരു 2-3 പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടതാണ്. ഇതും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കാം. അപ്പം നിങ്ങൾ പറ്റുന്നത്ര ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയവർ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചാറൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എരിവ് ഇത്രയും വേണ്ട വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ.